ഹലോ സുഹൃത്തെ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂലൈ 11 ശനി. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16 അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, ഇനി അല്പസമയത്തേക്ക് നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണും. ഇത് ശിഷ്യന്മാർ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയാണ്. ഈശോ തൻ്റെ വരാൻ പോകുന്ന പീഡാനുഭവത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചൊക്കെ പറയുക. അല്പസമയം അവർക്ക് ക്രിസ്തുവിനെ നഷ്ടപ്പെടും. പക്ഷെ ശിഷ്യന്മാർക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുക. ചിലപ്പോൾ ജീവിതത്തിൽ നിനക്ക് തോന്നിയിട്ടുണ്ടാവും, ക്രിസ്തു നഷ്ടപ്പെടുന്ന ചില അവസ്ഥകൾ. പല സങ്കടങ്ങൾക്കും കാരണം അതാ, ജീവിതത്തിൽ ക്രിസ്തു മറഞ്ഞിരിക്കുന്നു എന്നുള്ള, ക്രിസ്തു നഷ്ടപ്പെട്ടു എന്നുള്ളതാ. സുഹൃത്തെ, ഒന്ന് സൂചിപ്പിക്കട്ടെ, ക്രിസ്തു നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ അത് ശാശ്വതമല്ല. ഈശോ ശിഷ്യന്മാരോട് പറയുക, അല്പസമയം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ എന്നെ കാണുന്ന. ശാശ്വതമായിട്ട് ക്രിസ്തു നിന്നിൽ നിന്ന് മറഞ്ഞു പോകത്തില്ല. അല്പകാലത്തേക്ക് മറഞ്ഞിരുന്നാലും നീ വീണ്ടും അവനെ ദർശിക്കും. നീ രണ്ടാമത് ക്രിസ്തുവിനെ ദർശിക്കുമ്പോൾ അതിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ക്രിസ്തു ഇപ്രകാരം പറയുക, നിങ്ങൾക്ക് വലിയ സന്തോഷം കിട്ടും. ആ സന്തോഷം ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കത്തില്ല. ഒരു വലിയ നഷ്ടപ്പെടലുകൾക്ക് ശേഷം നീ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന അനുഭവം എന്ന് പറയുന്നത് അത് ശാശ്വതമായ സമാധാനമാണ്. ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു സമാധാനം. നീ ഇന്ന് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ, നീ ഇന്ന് സങ്കടക്കടലിലാണെങ്കിൽ, ക്രിസ്തുവിന് പോലും എന്നെ വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ക്രിസ്തു മറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ, സുഹൃത്തെ, നിനക്ക് വലിയൊരു സന്തോഷം മറഞ്ഞിരിക്കുന്നുണ്ട്. നീ നിന്റെ ദൈവത്തെ വീണ്ടും കാണും. ദൈവം നിന്നെ കൈവിടത്തില്ല. ആ ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ, ആ സന്തോഷം അനുഭവിക്കാൻ സുഹൃത്തെ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നീ മറഞ്ഞിരുന്നാലും, നീ നഷ്ടപ്പെട്ട അവസ്ഥകളുണ്ടായാലും, രോഗപീഠകളുണ്ടായാലും, അനർത്ഥങ്ങളുണ്ടായാലും, വീണ്ടും നിന്റെ സന്തോഷം അനുഭവിക്കാൻ ഇടവരും. വീണ്ടും നിന്നെ ദർശിക്കാൻ ഇടവരുമെന്ന ബോധ്യം എൻ്റെ ചങ്ങാതിക്ക് നൽകണമേ. ആമേൻ.